പൊട്ടിയ സ്ക്രീൻ ഗാർഡിലും ക്രാഫ്റ്റോ ഇതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. എങ്കിൽ നന്നായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഈ ഒരു സ്ക്രീൻ ഗാർഡിനകത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ഇമേജ് വരച്ചെടുത്തോട്ടോ. എനിക്കറിയാവുന്ന രീതിയിൽ പേപ്പർ കോപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചെടുത്തിരിക്കുന്നത്. കാരണം എനിക്ക് അത്ര നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനൊരു ബട്ടർഫ്ലൈയും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ വരയ്ക്കാനൊക്കെ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ഗാർഡിനകത്ത് ഒരു താജ്മഹൽ തന്നെ പണിയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്ത് പിൻട്രസ്റ്റിലൊക്കെ ഇഷ്ടം പോലെ ഇമേജസ് കിട്ടും കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാവുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഞാൻ പിന്നെ പടം വരയുടെ ABCD പോലും അറിയാതെയാണ് ഇതൊക്കെ ജസ്റ്റ് പേപ്പർ കോപ്പി വഴിയാണ് കേട്ടോ ഉപയോഗിച്ച് വരയ്ക്കുന്നതൊക്കെ. അല്ലാതെ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ല. പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് പെയിൻറ്റും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാഴ്ചപ്പാടുകൾ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു പൊട്ടിയ സ്ക്രീൻ ഗാർഡല്ലേ എന്ന് പറഞ്ഞ് എനിക്ക് വെറുതെ തള്ളിക്കളയായിരുന്നു. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു കാര്യം ആയിക്കോട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എത്ര ഉപയോഗശൂന്യമായിട്ടുള്ളൊരു വസ്തുവിനെയും അതിപ്പോൾ ചിലരുടെ മനസ്സായാൽ പോലും നമുക്കതിനെ വളരെ ഭംഗിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ ഈ ചെയ്ത ഒരു ചെറിയ ഗ്ലാസ് പെയിൻറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടിക്കോ. ഓക്കെ, ബൈ.